എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും പല യാത്രയിലൊക്കെ എനിക്ക് മനസ്സിലേക്ക് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ഗസൽ മേഖല എന്തുകൊണ്ട് ആ ഒരു അപകടത്തിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊക്കെ കേട്ട് കരയുന്നൊരു സംഗീതം അത്. കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സറണ്ടർ ആവുന്നത്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മെഹദി ഹസൻ സാബാണ്. മെഹദി ഹസൻ സാബാണ് ഇതിഹാസം. എന്നെ സംബന്ധിച്ച് ഞാൻ ലൈവ് പേടിച്ച് വായിച്ചത് മാൻഡലിൻ സീൻസാണ്. മൂന്ന് കോളേജാണ് സംഗീതത്തിന് മെയിനായിട്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോളേജ്, തൃപ്പൂണിത്തുറ, പാലക്കാട്, ചെമ്പൈ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് അടിയന്തരമായിട്ട് കൂട്ടുക വേണ്ടത്. ഒരു എ ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ 30 മാർക്കല്ലേ കിട്ടുന്നത്. ഇനി ഈ 30 മാർക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും കുട്ടി ഇവിടെ ഏതെങ്കിലും ഒരു സംഗീത കോളേജിൽ പോയി പഠിക്കുന്നുണ്ടോ? നമ്മൾ എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ. പക്ഷെ പട്ടിണിയെ പറ്റി ആരും ചോദിച്ചില്ല. ഈ വന്ന ആൾക്കാർ തന്നെ വന്ന എന്താ പറയാ, സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന വിഭാഗം ആൾക്കാർ തന്നെ എല്ലാ വർഷവും പരിപാടി നടത്താൻ കൊടുക്കുക. അവർ തന്നെ ആ കാശ് വാങ്ങിപ്പോകും. ഇപ്പോൾ കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നു. എന്താണ് കേരളീയത്തിൽ സംഭവിച്ചത്? മ്യൂസിക്കിൽ ഞാൻ പറഞ്ഞ അട്ടർ ഫെയിലർ അത്. പൗർണമി ചന്ദ്രിക ഇപ്പൊ നമ്മളിവിടെ ഒരു കോമൺവെൽത്ത് നടന്നപ്പോ അതിന്റെ മുന്നിലുള്ളൊരു ഗവൺമെന്റ് അല്ലേ ഫുൾ കരോക്കെ ഇട്ടിട്ട് ലാലിസ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയത്. എന്ത് ജനവഞ്ചനയത്. നെഞ്ചുക്കുള്ളേ പാടുകയല്ലേ. ഫിലിം സോങ്സും മലയാളം ഫിലിം സോങ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഓർക്കസ്ട്ര പരമായിട്ട് എനിക്ക് ഒരുപാട് വ്യത്യാസം. കാരണം ഇച്ചിരി കൂടി ഹെവി ആയിരിക്കും അവിടെ എല്ലാം കൊണ്ടും. ഒരുപാട് ഗ്രൂപ്പ് ഓഫ് എന്താ പറയാ, പിന്നെ സിറ്റുവേഷൻസ് വൈകാരികം. അപ്പൊ അതില് ഒരുപാട് ഓർക്കസ്ട്ര പരമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മള് കുറച്ചുകൂടെ സിംപ്ലീകരണമാണ്. ഇപ്പം ദേവരായ മാഷൊക്കെ വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ പടത്തിന് വേണ്ടി വെണ്ണൂർ മഠത്തിലെ എന്നൊക്കെ വരുള്ളൂ. അവിടെ അതിനു വേണ്ടി സിറ്റുവേഷൻ ഇപ്പൊ രാജാവിൻ അത് എന്താ ഓർക്കസ്ട്ര സ്കെയിൽ ചേഞ്ചും ഇതൊക്കെ അന്ന് തന്നെ MSV സാർ. സാറിന്റെ പാട്ടുകള് MSV സാറ് മഹാലജൻഡ് കേട്ടോ. അപ്പൊ ഇവരുടെ അതൊക്കെ അന്ന് നമ്മൾ എങ്ങനെ ഇത്ര ആൾക്കാരെ കൊണ്ട് വായിപ്പിച്ചു. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളെ രാജസാറ് തുടങ്ങിയ പാട്ടിന് എന്താ ഓർക്കസ്ട്ര, ഓർക്കസ്ട്ര. മലയാളത്തിലെ നമ്മളിപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോഴും പാട്ട് എന്ന് പറയുമ്പോഴും ഒക്കെ ആ കാലഘട്ടം തന്നെയല്ലേ എപ്പോഴും. പുതിയ കുട്ടികളോട് ചോദിച്ചാലും ശരി, ആരോട് ചോദിച്ചാലും ശരി, ആ കാലഘട്ടത്തിലെ പാട്ടും ആ മ്യൂസിക് ഡയറക്ടേഴ്സും ഈവൻ ലിറിക്സ് പോലും അതേ പറയുള്ളൂ അല്ലേ? സംശയമല്ല. ആ ഒരു കാലഘട്ടത്തിനൊന്ന് ഓർക്കാൻ പറഞ്ഞു കഴിഞ്ഞാലേ ദേവരാജ മാഷ്. അയ്യോ, മാഷിന്റെ ഒക്കെ എന്താ പറയാ, ആ സ്കൂള് അതൊരു സ്കൂളാ. ഇവരൊക്കെ ഉണ്ടല്ലോ. ദേവരായ മാഷ് ഒരു സ്കൂളാ. പിന്നെ ദേവരായ മാഷ് കഴിഞ്ഞാല് അർജുന മാഷ്, അതൊരു ഒരു വിദ്വാൻ. ദക്ഷിണാമൂർത്തി സ്വാമി. ഇതിലെല്ലാം വ്യത്യസ്തമായൊരു ബാബുക്ക. അതിൽ നിന്നും ഫോക്കിനെ മാത്രം എടുത്തുകൊണ്ട് ഗംഭീര വേറൊരു സാധനം ചെയ്യുന്ന രാഘവമാഷ്. ഇവരുടെ 4 ഈ പറഞ്ഞ ആൾക്കാരുടെ സ്റ്റാമ്പ് വേറെ. പിന്നെ അതിന്
നരശാമൂർത്തി സ്വാമിയുടെ എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട്. ആ ഫിലിമിന് എന്ത് വേണം അതിനാണ് മ്യൂസിക്. അല്ലാണ്ട് ഒരു മ്യൂസിക്കിന് എന്ത് വേണം അതിന് പടമല്ല. അത് നിന്നിട്ടില്ല, നിൽക്കൂല. ആ ഇപ്പൊ പലപ്പോഴും ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ഞാൻ പറയാം, അപ്പം കുടജാദ്രിയിൽ എന്ന് പറഞ്ഞ പാട്ടിറങ്ങിയിട്ട് പടം ഇറങ്ങിയിട്ടില്ല. പക്ഷെ പാട്ട് ഇത്രയും മീഡിയകളൊന്നുമില്ലല്ലോ. റേഡിയോയിൽ കൂടെ ഒക്കെ അത് സംഗീതത്തിന്റെ ഒരു ശക്തിയാണത്. ആ ഇഷ്ടപ്പെട്ട പാട്ട് രവീന്ദ്ര മാഷ കുറെ പാട്ട്. ഇന്നും എന്റെ ഉഗ്രം പാട്ടല്ലേ. വല്ലാത്തൊരു ബന്ധമായിരുന്നു രവീന്ദ്ര മാഷ. എപ്പോഴും അസാധ്യ സംഗീതജ്ഞൻ. പിന്നെ ദേവരായ മാഷൊക്കെയായാലും ആരായാലും അതിനോട് എടുക്കുന്ന ഡെഡിക്കേഷൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പ് ഹാർഡ് വർക്ക്. അതായത് ഒരു പാട്ടിന് ഇത്രയും ഗ്രൂപ്പായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരുമിച്ചിരുന്ന് വായിച്ച് അതിലെ കുഞ്ഞു തെറ്റുകൾ ഉണ്ടാവാം, പഴയ റെക്കോർഡിങ്സിലൊക്കെ ഉണ്ടാവാം. ആ തെറ്റുകൾ എത്ര പേര് മനസ്സിലാക്കി ഉണ്ടാവും? വളരെ ചുരുക്കം ആൾക്കാർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പം ദേവരായ മാഷ പാട്ടൊക്കെ 100% ലൈവ് നടക്കുന്ന ഒരു കാലഘട്ടത്തല്ലേ. അല്ലെ ബാബുഖാന്റെ പാട്ടിലൊക്കെ എന്താ ഉള്ളത്? ഓ പൗർണമി ചന്ദ്രിക ഈ റൂട്ടിൽ കുറെ ഫീലാണ് മാഷ്, ഭയങ്കര ഫീലാണ്. പക്ഷെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് കമ്പോസർ അത് ജോൺസൺ മാഷ്. കാരണം 100% മാഷ പാട്ടാന്ന് പറയാം.
കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും. ആകാശഗോപുരം എന്നുള്ള പാട്ട് ആകാശഗോപുരം പാടല്ലേ ഞാൻ ഇപ്പൊ വായിക്കേട്ടത് പെട്ടെന്ന് മാഷ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ അറിയാം? പവിഴം ഓ അനുപല്ലവിയൊക്കെ അനുപല്ല നമ്മളിപ്പോൾ അവിടെ ഈ ഇംപ്രവൈസിങ് ഇതിൽ ശരിക്കും ആവശ്യമില്ല. പക്ഷെ ഞാൻ അവിടെ ഒരു ഇംപ്രവൈസിങ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ആവശ്യമില്ല. അതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആവാം. ജോൺ ചേട്ടൻ ഈ പറഞ്ഞ പോലെയാണ് ഒറ്റ പാട്ടുണ്ടല്ലോ അതൊക്കെ ഇപ്പൊ തങ്കത്തോണി എന്ന് പറഞ്ഞ ആ പടം മൊത്തം അങ്ങ് വന്നു നമുക്ക് അല്ലേ. പീലിക്കണ്ണെഴുതി ജോൺ ചേട്ടൻ അത് അങ്ങനെയാണ്. ഇപ്പം അർജുന മാഷ പാട്ട് അർജുന മാഷ എന്താ പാടല്ലേ ആ മറ്റേ ചെമ്പകത്തൈകൾ പൂത്തമാണ് ഓ ചുംബനം കൊള്ളാറങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഗുരുനാഥന്മാര്. ഈ ജോൺസൺ മാഷും ഔസേപ്പച്ചന്റെ ഒക്കെ അവർക്ക് ഈ കീബോർഡും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് അല്ലേ അക്കോമ്പനി ചെയ്യുന്ന സ്വഭാവം കൂടുതലുണ്ടായിരുന്നു. അതെന്താ വെച്ചാലേ ജോൺ ചേട്ടനും ഔസേപ്പച്ചൻ ചേട്ടനും വെസ്റ്റേൺ ആണ് പഠിച്ചത് അവര്. പിന്നെ അവർക്ക് എല്ലാം വരുന്നത് എങ്ങനെ അറിയാം? അനുഭവങ്ങളാ. കാരണം അവർ ഒരുപാട് രണ്ടുപേരും പാലക്കാട് തന്നെ ഒരുപാട് ഗാനമേളയ്ക്ക് വായിച്ചിട്ടുണ്ട് ഓർക്കസ്ട്ര ട്രൂപ്പുകളില്. അന്തരീക്ഷവും അത്തരത്തിലുള്ള പിന്നെ പോയി പെടുന്ന സ്ഥലം അന്നത്തെ ചെന്നൈ, ഇന്നത്തെ അല്ല അന്നത്തെ. അവിടെ കിടക്കണ ആരൊക്കെയാ? MSV സാറ് അല്ലെങ്കിൽ ഇളയരാജ് ഇവരെ കൂടെയല്ലേ ഇവര് വർക്ക് ചെയ്യണത്. എങ്ങനെ കിട്ടാണ്ടിരിക്കും? രണ്ടു കൂട്ടരും നമ്മള് സാറൊന്നും പറയാനില്ല. ഞാൻ ലാസ്റ്റ് അയ്യോ സാറിനെ ഞങ്ങൾ ലാസ്റ്റ് സംസാരം എന്ന് പറഞ്ഞാല് ഞാൻ ഒരുപാട് കാലം മുന്നേ ഒരു സാധാരണ ഒരു പാട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ട് അതിലൊരു സാക്സ് പീസ് ഒക്കെ ഞാൻ കീബോർഡിൽ വായിച്ചിട്ട് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പിന്നെ അതിനുശേഷമൊക്കെ നമ്മള് ഞാൻ ലാസ്റ്റ് ശിവമണിയാണെങ്കിലും ഞാനും കൂടെയാണ് ശബരിമലയ്ക്ക് പോകും ഒരു 8 വർഷമായിട്ട്. അപ്പോൾ അണ്ണൻ പോകുമ്പോൾ ഇങ്ങനെ മല കയറുമ്പോൾ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ കാഷ്വൽ വേഷത്തിലൊക്കെ. അപ്പം എനിക്കിങ്ങനെ അങ്ങനെ ഒരു സംസാരിച്ചു. അതാണ് ലാസ്റ്റ്. സാറിന്റെ പാട്ട് നമുക്ക് ഒന്നും പറയാനില്ലല്ലോ. ഞാനൊക്കെ പറയണെങ്കിലേ ഇപ്പം നെഞ്ചുക്കുള്ളേ ചൊന്നാൽ പൊരിയുമാ പാടുകയല്ലേ. ആ പാട്ട് കേട്ടൊരു കാര്യമുണ്ട്. പിന്നെ എന്താന്നേ എത്രയാണ് എല്ലായാലും വായിച്ചിട്ടുള്ളല്ലേ. അയ്യോ സാറ് മഹാഗായകനാ, സംശയമൊന്നുമില്ല. അങ്ങനെ മരിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്നു ചില അപൂർവ മനുഷ്യന്മാർ. ഞാൻ ആലോചിക്കണത് ഞാൻ ഈ ബേപ്പൂർ ഫെസ്റ്റിന് ഞാനും ശിവാണ്ണനും കൂടെ വായിക്കുന്ന സമയത്ത് ഞാൻ ഈ കുട്ടി ഹാർമോണിയായിട്ട് ഫ്രണ്ട് പോയിട്ടേ ഈ പാട്ട് വായിച്ചപ്പോഴാണ് ഞാൻ ഈ ഭൂമിയിൽ എവിടെ ഏത് ഇങ്ങനെ ഈ പാട്ടൊക്കെ
എന്തൊരു ഇതായിരുന്നു അറിയാം. ഞാൻ ഭയങ്കരമായിട്ട് തന്നെ ആൾക്കാർ വന്നിട്ട് അപ്പം ശിവാണ്ണൻ അതിന്റെ അനുഭവങ്ങളും പറഞ്ഞു. സാറിന്റെ കരച്ചിലായിരുന്നു ശരിക്കും അവിടെ. ഇപ്പോഴും ആലോചിക്കുമ്പോഴും അത് സങ്കടമാണ്. മനുഷ്യനും കൂടെയാ, ഒരുപാട് നന്മ. കലാകാരന്മാര് മാതൃകയാവുക, അതൊരു സംസ്കാരത്തിന്റെ ഭാഗം. അതിന്റെ ഒരു ലീഡർ തന്നെയാണ് സാറ്. നമുക്കൊക്കെ പാടുന്നത് മുഴുവനും ഭയങ്കര ആത്മാർത്ഥമായിട്ട് നമുക്ക് പാടുന്നത്. അയ്യോ, സാറ് കമ്പോസ് ചെയ്ത പാട്ടെന്താ, വണ്ണം കൊണ്ട് വെണ്ണിലവേ ഇതൊരു സോളാ പാട്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊക്കെ കൂടാൻ പറ്റിയതും പിന്നെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് അവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് തന്നെ ഒരു മഹാഭാഗ്യം. ഇപ്പൊ ഈ പറഞ്ഞ ഇനി അങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചോളണമെന്നില്ല, അത് ജീവിച്ച് തീർക്കുക, സംഗീതപരമായിട്ട് പറഞ്ഞ കേട്ടോ. മറ്റേതൊക്കെ നമ്മള് എന്നെ സംശയം ചെറിയ ഇതില്ല. ശിവമണിയുടെ കൂടെയുള്ള ഒരു അനുഭവം, പുള്ളിയും ഭയങ്കര സ്പീഡും അല്ലേ, ഭയങ്കര പെർഫോമറും കൂടിയിട്ടാണല്ലോ. അയ്യോ, അണ്ണൻ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്, നേരത്തെ വായിച്ചത് അരിജി ശങ്കർജിയുടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഉണ്ടാവും. പക്ഷെ ഇൻഡിവിജ്വലായിട്ട് വായിക്കുന്ന ഗുരുവായൂർ ആണ്. ഭയങ്കര എനർജി മാത്രല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒരു പ്രോഗ്രാമിന് വന്നാലും സ്റ്റേജിലുള്ള പെർഫോമൻസ് ആയാലും അതിനപ്പുറം അത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എല്ലാത്തിനും തന്നെ എനിക്കൊരു എന്താ പറയുക, എൻ്റെ ഒരു സ്വന്തം ജ്യേഷ്ഠനെ പോലെ. ഇപ്പോഴും ഡെയിലി മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുഡ് മോർണിംഗ് അദ്ദേഹം ചെയ്യണം. എങ്ങനെയാ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഡെയിലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മൊബൈലിൽ ഗുഡ് മോർണിംഗ് ആക്കി എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇതൊക്കെ ഒരു വീഡിയോ എടുക്കും. എന്നിട്ട് അതൊക്കെ ഒരു വീഡിയോ ആക്കി വൃത്തിയായിട്ട് എഡിറ്റ് ചെയ്ത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ടു ഓൾ മൈ ഫ്രണ്ട്സ് ഗുരൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇത്രയും വലുതായിട്ടും അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനും അതിനോട് കാണിക്കുന്ന ഒരു ത്വര എന്നൊക്കെ പറയില്ലേ. പിന്നെ സ്റ്റേജിൽ നമുക്ക് ഫുൾ ഫ്രീഡം ആണല്ലോ, എന്തും വായിക്കാം. ഇപ്പം ഞാൻ ഈ പെട്ടിയായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു സൂട്ട് കേസ് ആയിട്ട് വരും. അങ്ങനെ ചെയ്യാൻ ഒരു മനസ്സും, അത് ജനങ്ങൾ എന്നും അദ്ദേഹം വളർത്തിയ അല്ലെങ്കിൽ കൂടെ നിന്ന ജനങ്ങളെ മറന്നിട്ടുള്ള കളിയില്ല. അത് അണ്ണൻ തന്നെ അക്കാര്യത്തിൽ. ശിവമണി എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലിയാ, വേറെ തർക്കമില്ല. പിന്നെ അദ്ദേഹം ഗുരുവാണ്. എന്താ കാര്യം അറിയോ, നമുക്കൊരു താളബോധം വരുന്ന ഡ്രംസിന്റെ പാട്ടുകളില്ലേ. ഇപ്പോ ശ്യാം സാറിന്റെ പാട്ടൊക്കെ ഇല്ലേ, ഒരു മലർത്താറ്റരെ അല്ലെങ്കിൽ ശരത്കാല സന്ധ്യ, ഇതൊക്കെ ഡ്രം വായിച്ച അദ്ദേഹം. അപ്പൊ ഇതൊരു ഗുരുവാ. കാരണം ഇവിടെ വായിക്കുന്ന ഇപ്പൊ ഡ്രമ്മേഴ്സൊക്കെ, അന്നത്തെ ഗാനമേളക്കൊക്കെ വായിക്കുന്ന ഡ്രമ്മേഴ്സൊക്കെ ഇത് കണ്ടിട്ടല്ലേ പഠിക്കും. ഈ ലൈവ് പെർഫോമൻസുകളെ ഇപ്പൊ സ്റ്റുഡിയോയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പഠിച്ച് അതിനൊരു കൃത്യതയുണ്ടല്ലോ, സമയം ഒക്കെ കൃത്യമായിട്ടാണ്. ലൈവ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, ഇംപ്രൊവൈസേഷൻ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംഗതികൾ വരും. ഇവരുടെ കൂടെയൊക്കെ പെർഫോമൻസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ലൈവ് എക്സ്പീരിയൻസ് എങ്ങനെയാ? കംഫർട്ട് ആവുക എന്നുള്ളതാണ് ലൈവിന് ഏറ്റവും വലുത്. അതായത് ഇപ്പം നമ്മൾ ചില ഗാനമേളയ്ക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ ചില ആൾക്കാർ ഒറിജിനൽ തന്നെ വായിക്കണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ചിലർ. മറിച്ച് ഹരിജിക്ക് വായിക്കും, നിങ്ങൾക്ക് എന്ത് വേണേ വായിക്കാം. കാരണം അദ്ദേഹം ഫുൾ ഫ്രീഡം ആണ് സ്റ്റേജിൽ. ശങ്കർ സാർ എന്തും വായിക്കാം അവർക്ക്. അത് കേരളത്തിൽ കുറച്ച് കുറവാ. അതല്ലാണ്ട് നമുക്ക് വായിക്കാം. അപ്പം ജയേട്ടന് വായിക്കാം. ജയേട്ടൻ അത്യാവശ്യം നുണയൊക്കെ വായിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ജയേട്ടനാണ് ഞാൻ നുണയൊക്കെ വായിക്കണ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം. ഉഗ്രൻ മഹാനായ ഗായകനല്ലേ. അപ്പം എന്നാലും ഫ്രീഡം ഉണ്ടാവും. സ്റ്റേജിലും ഭയങ്കര. ബാക്കി എല്ലാവരും ഈ ഒറിജിനൽ വേണം. ഒറിജിനൽ വായിക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടായിട്ടല്ല, അബദ്ധത്തിൽ ചിലപ്പോൾ ചില മൂഡിന് നമുക്ക് ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒന്ന് വായിച്ചാൽ കൊള്ളാന്ന് തോന്നി വായിച്ചു പോയാൽ തോന്നുമല്ലേ ആ സമയത്ത് ചിലത് തോന്നുന്നേ. അതെന്താ വെച്ചാൽ അതാ ആ മ്യൂസിക്കിന് എന്താ പറയാ, നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടത് നമ്മളൊരു നീതി പുലർത്തുക എന്ന് പറയുന്ന പോലെ ഒരു സംഭവമായിട്ട് കൂട്ടിയാൽ മതി. ഇതൊന്നും ഒരു അപരാധമല്ലല്ലോ, ക്രിമിനൽ കുറ്റമൊന്നുമല്ലല്ലോ, മ്യൂസിക് അല്ലേ, അങ്ങനെ കണ്ടാൽ മതി. ലൈവിന് നമ്മൾ ഏറ്റവും ആസ്വദിക്കുക എന്നുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ലൈവ് പേടിച്ച് വായിച്ചത് മാൻഡറിൻ ശ്രീനി സാർ. ശ്രീനി സാർ ഒരു 3 പ്രോഗ്രാം. ഞാൻ ചെന്നൈയിൽ ഫസ്റ്റ് ഹരിസാറിന്റെ ലൈവ് കംപ്ലീറ്റ് മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാ റഹ്മാൻ സാറും ഇളയരാജ സാറും ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് കാണാൻ, നടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അന്നും ഒരു പ്രോഗ്രാമാണേ. അന്ന് എന്താണെന്നറിയോ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഫ്ലൂട്ടൊന്നുമില്ല. എനിക്കൊരു കീബോർഡ്, ഞാൻ മരിച്ച് കരാറ് പണിയാ. എല്ലാം ഫ്ലൂട്ടും ഗിറ്റാറൊക്കെ ഇതിൻ്റെ അകത്ത് വായിക്കുന്നത്. അത് ഹരിജിയെന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ വേറെ കീബോർഡ് പിള്ളേരെ വിളിക്കുന്നൊക്കെ പറയില്ലേ, അത് വന്നോളുന്ന എന്തൊരു കോൺഫിഡൻസ് ആയിരിക്കാം. ഇതൊക്കെ കൂടെ കരാറ് പണി പോലെ ഞാൻ വായിക്കാം. അതോ ഹായ് റാം എന്ന് പറഞ്ഞ പാട്ട്, അല്ലെങ്കിൽ
ഓതിൽ രൂപ എന്ന പാട്ട്, ഇങ്ങനത്തെ ഗുസ്തി നിറച്ചതല്ലേ? എനിക്ക് കണ്ണെടുക്കാനുള്ള സാധനമല്ലോ. ബാക്കി ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, എന്നാലും എനിക്ക് ഇതാണല്ലോ മെയിൻ ആയിട്ട് വരും. ഇത് റിതവും അത് പോയാൽ അങ്ങ് പോവും. അപ്പൊ ചത്ത് വായിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്റർവെല് വന്നു. ഇന്റർവെല് വന്നപ്പോ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അയ്യോ അങ്ങനെ പറഞ്ഞിട്ടോ എല്ലാം. അപ്പൊ ആ കൂട്ടത്തിൽ എൻ്റെ ശ്രീറാം ഉണ്ടായിരുന്നു, നമ്മുടെ പാലക്കാട് ശ്രീറാം ഉണ്ടായിരുന്നു, അവനും ബാക്കിലുണ്ട്. അപ്പൊ ഞാനും അവനും കൂടെ ഇങ്ങനെ ഞാൻ വലിയൊരാളായി അപ്പോഴേക്ക്. കാരണം ഒരുപാട് ആൾക്കാർ ആരൊക്കെയോ ഒരുപാട് പേര് അന്നിങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്, കർണാട്ടിക് മ്യൂസീഷ്യൻസ്. ഓ നിങ്ങള് അങ്ങനല്ലേ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കുറച്ച് വലുതായി പോയി അറിയാണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് സാർ നീങ്ക നന്നായി വാശിച്ചേ എന്നങ്ങ് പോയി. ഒരു നീല ജീൻസ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു പാൻറ്റും. അപ്പൊ ഞാൻ ഓക്കെ താങ്ക് യു ഞാൻ വിട്ടു. മൂപ്പർ അങ്ങോട്ട് പോയപ്പോ ശ്രീറാമിനോട് എടാ നിനക്ക് അയാളെ മനസ്സിലായി ചോദിച്ചു. ശ്രീറാം ഞാൻ ഇല്ലടാ എടാ അതാണ് മാൻഡൽ ശ്രീ. ഞാൻ വേഗം പോയി കമഴ്ന്ന് കിടന്നു ഇങ്ങനെ. എന്റെ കാരണം എന്താണെന്നറിയോ, ഇദ്ദേഹത്തിന് നമ്മൾ CD കവറിലും കാസറ്റിന്റെ കവറിലൊക്കെ, CD അല്ല കാസറ്റിന്റെ കവറിൽ ഒരു സൂര്യനെ പോലെയൊക്കെ അല്ലേ കാണുന്നത്, വെള്ളയൊക്കെ ഇട്ട് മാൻഡലൊക്കെ പിടിച്ച് ചന്ദനക്കുറൊക്കെ ചിരിച്ച്. ഇത് കണ്ടിട്ട് ഈ രൂപമാണല്ലോ, ഇത് ജീൻസ് ഒക്കെ ഇട്ടാന്ന് പറഞ്ഞില്ല. ഞാൻ പോയി സാറേ പൊറുക്കണം. ആ വ്യക്തി അന്ന് മുതൽ ഒരു വല്ലാത്ത സൗഹൃദം. ഒരു പക്ഷെ കേരളത്തില് അത്ര സൗഹൃദം അതിന്റെ മുന്നേ വേറെ എനിക്കറിയില്ല. ഞാനൊരു ഭയങ്കര ബന്ധമായിരുന്നു സാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് എനിക്ക് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ ഒരു അനുഭവം എന്താ വെച്ചാല്, അതിനൊക്കെ ശേഷം ഒരു പ്രാവശ്യം ഹരിജിയുടെ പരിപാടി ചെന്നൈ ഫൈൻ ആർട്സ് ഹാളുണ്ടായി. അപ്പോ ഈ പറഞ്ഞതുപോലെ എന്നെ ഒരാളിങ്ങനെ അന്വേഷിക്കുക പുറത്തുനിന്ന്. അപ്പൊ ഞാൻ പുറത്ത് ഭയങ്കര തിരക്ക്. ഈ പറഞ്ഞ സാറ് മാൻഡലിൻ സാറ് இங்கே பிரகாஷ் ഒരു കീബോർഡ് പ്ലെയർ ഇருக்கு അവർ ഇങ്ങനെ ഇരിക്കാരാന്നൊക്കെ ചോദിച്ചു പുറത്തുനിന്ന്. അപ്പൊ തബലിസ്റ്റിനോടാ ചോദിച്ചത് എന്റെ. അവൻ കാലൊക്കെ പിടിച്ച് വേഗം കൂട്ടി കൊണ്ടുപോകും. നമ്മളെ തെരഞ്ഞു വരുന്ന ഒരു ബന്ധം മഹാ ലെജൻഡ് അല്ലേ, മഹാ ലെജൻഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം വായിച്ചിട്ട് എറണാകുളത്ത് ഒരു JTP അങ്ങനെ ഒരു സ്ഥലത്ത് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ട കീബോർഡ് പ്ലെയർ ആണ്. പിന്നെ ഒരു ഒരു പ്രോഗ്രാം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അന്ന് അരിജിയുടെ അതായത് സ്റ്റീവ് സ്മിത്ത് ഡ്രം, ഒരു അർജന്റീനൻ ബേസിസ്റ്റ് ഒക്കെ ചെന്നൈയിൽ ഒരു പരിപാടി നടന്നു. അന്ന് എനിക്ക് പോകാൻ പറ്റില്ല. അതൊരു വലിയ നഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. ശ്രീനി സാറൊക്കെ അത്ഭുത. അതുപോലെ തന്നെ നിങ്ങൾ 2 സ്ഥലങ്ങളിലല്ലേ, റോയൽ ആൽബർട്ട് ഓസ്ട്രേലിയ, ലണ്ടനും വായിച്ചിട്ടുണ്ട്. അരിജിയും ശ്രീനിക്കും മലയാളത്തിലെ എനിക്ക് തോന്നുന്ന 2 സ്ഥലത്തും വായിച്ചിട്ടുള്ള ആൾക്കാരില്ല. ഇല്ല 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 എന്നാണ് എന്റെ അറിവ്. എങ്ങനെയാണ് അവിടത്തേക്ക് അവസരം വന്നതും? അരിജിയുടെ പ്രോഗ്രാം അവരെ ശ്രീനിജിയുടെ ശ്രീനിജിയുടെ പ്രോഗ്രാം നമ്മൾ ഇത് അയ്യോ അത് വേറെ തലമാണ്. ഒരു പക്ഷെ എന്താണെന്നറിയോ, അതൊക്കെ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ റോയൽ ആൽബർട്ടിൽ വായിക്കാൻ അങ്ങനെയൊക്കെ. ഇപ്പൊ ഒക്കെ ഒരുപാട് ടെക്നിക്കൽ സൈഡിലും അല്ലെ മറ്റുള്ളതിലൊക്കെ ഒരുപാട് ഓഡിറ്റോറിയങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇത് നമുക്ക് റോയൽ ആൽബർട്ട് പോയപ്പോൾ തലേ ദിവസം ഞങ്ങൾ പോയി. അപ്പൊ തലേ ദിവസം അവിടെ ഒരു ഭയങ്കര ഒരു 400 സംതിങ് ആൾക്കാരുള്ളൊരു സിംഫണി കഴിഞ്ഞിട്ട് ഇരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് കിട്ടി നാളത്തെ പരിപാടി എന്ന് പറയുമ്പോൾ എല്ലാവരും പോയതിനു ശേഷം ഞാൻ പോയി നോക്കുമ്പോണ്ടല്ലോ, ഇവര് ആർട്ടിസ്റ്റുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് 400 സംതിങ്ങോ 500 സംതിങ്ങോ ഉണ്ടായിരുന്നു അന്ന് ഏകദേശം ആർട്ടിസ്റ്റുകൾ. ഞാൻ ആ സ്റ്റേജിൽ നോക്കിപ്പോയി. അപ്പോഴും 500 ആൾക്കും പോയി ഇരിക്കുക അവിടെ. കസേരൊക്കെ ഇട്ടേക്കണതേ. ഒരു പ്രോഗ്രാം നമ്മളിവിടെ ഒരു 500 ആളുടെ പരിപാടി എടുത്താൽ എങ്ങനെ ഉണ്ടാവും? കസേര ഉണ്ടാവുമോ? ജനങ്ങൾ ഇതിന്റെ ഇത് ഒരു കോൺസേർട്ടിനായിട്ട് അടുത്ത കോൺസേർട്ടിനായിട്ട് തയ്യാറെടുത്ത പോലെയാണ് ഈ ആർട്ടിസ്റ്റുകൾ ഇറങ്ങി പോയേക്കണത്. അതേ പൊസിഷനിൽ ഡിസിപ്ലിൻ നമ്മൾ കണ്ടുപഠിക്കേണ്ട, അവരെ കണ്ടുപഠിക്കേണ്ട സാധനം അതാണ്, അതിൻ്റെ ഒരു ചിട്ട. അപ്പം ഞാൻ അതിലൊരു വയലിനിസ്റ്റ്, നമ്മൾ എപ്പോഴും ഭാഷയൊന്നും അറിയില്ലെങ്കിൽ അങ്ങോട്ട് പോയി മുട്ടുമല്ലോ, നേരെ പോയി വിളിച്ചൊരു വയലിനിസ്റ്റ്. അപ്പം നമുക്ക് അത്ഭുതമല്ലേ, ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. ഇറ്റലിയിൽ എവിടെയുള്ളൊരു വയലിനിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ മ്യൂസീഷ്യൻ വെരി നൈസ്. അദ്ദേഹത്തിന് വലിയ ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഒട്ടും അറിയില്ല. അറിയുന്ന ഇംഗ്ലീഷൊക്കെ വെച്ച് അങ്ങോട്ട് അലക്കാന്ന്. അപ്പോൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ കമ്പനി ആയപ്പോൾ എന്നോട് ചോദിച്ചത് ആരെ അറിയാം, മാൻഡലിൻ ശ്രീനിവാസനെ അറിയാമെന്നാ എന്നോട് ചോദിച്ചു അദ്ദേഹം. ഇങ്ങനെ ഇന്ത്യ മാൻഡലിൻ ശ്രീനിവാസൻ ചോദിച്ചു. ഞാൻ ഫോട്ടോ കാണിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ഹീസ് ഡെവിൾ എന്ന് പറഞ്ഞത്. ഞാൻ ആലോചിക്കുക ഇദ്ദേഹത്തിന്റെ ഒക്കെ മഹത്വേ, മെഗാ ഷോ ഇല്ല, പുകയില്ല, ഒന്നുമില്ല. യൂറോപ്പിൽ പോയിട്ട് നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാ? നമ്മളെ മ്യൂസിക് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലവും. കാരണം ഇപ്പൊ കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന്റെ ആഴം, ഡെപ്ത് എന്ന് പറയും, അതായത് താളത്തിന്റെ ഗതികൾ അത്രയും ഉള്ളൊരു മ്യൂസിക് വേറെ ഇല്ല കർണാട്ടിക് മ്യൂസിക്. ഞാൻ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ പഠിച്ചത്.
അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാം അല്ലേ? ഞാൻ എല്ലാവരും കൂടിയിട്ട് ഒരാൾ ഇതുവരെ മോശമായി പോയി എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിന് ക്രെഡിറ്റ് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു സംഗീത ശാഖയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിന്റെ ക്രെഡിറ്റ് ഈ പറഞ്ഞ ഇവരൊക്കെ ജീവിച്ച കാലഘട്ടവും അവരുടെ പുറകിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയതിൻ്റെയാണ്. ഇനിയിപ്പോൾ നമുക്കങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കലിയാണ് പോകേണ്ടത്. ഇനിയുള്ള കാലത്തേക്ക് നമ്മൾ പോണത് നമുക്ക് ഗുരുവായിട്ട് കാണിക്കുന്ന ടെക്നോളജിയാണ് ഇനി ഗുരുവായിട്ട് കാണേണ്ടത്. അതിനോട് ചിലപ്പോൾ ഈ ഒരു ഓട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് അത്രത്തോളം എത്താത്തതിനെ കൊണ്ട് എത്തുന്ന ആൾക്കാർ മുന്നിലോടും. അതങ്ങനെ തന്നെയാണ്. ഈ ടെക്നോളജി ഇതിന്റെ സാധ്യത കൂട്ടുതന്നെയല്ലേ ചെയ്യുന്നത്? ടെക്നോളജി കൂട്ടാണ്. പക്ഷേ എന്താ പറയാ, ഒരു അനാവശ്യമായിട്ട് ടെക്നോളജി കൂട്ടുന്നതിന്റെ പ്രതിഫലമായിട്ട് കുറെ നശിച്ചും പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ഗാനമേള എന്ന് പറഞ്ഞ ഒരു മേഖല, പ്ലസ് ഇട്ട് പാടല് അല്ലെങ്കിൽ ജനവഞ്ചന, ഇതൊക്കെ വന്നു. അങ്ങനെ നശിപ്പിക്കുന്നുണ്ട്. അത് മര്യാദയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്നേ. ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് മുമ്പ് നമുക്ക് ഗാനമേളകള് അല്ലെങ്കിൽ ആൽബംസ് ആണ് മാക്സിമം പോയി കഴിഞ്ഞാൽ അതിന് പുറത്തുള്ള ഒരു സംഗതി, റേഡിയോയിൽ കൂടെ കേൾക്കുന്ന ചലച്ചിത്ര ഗാനങ്ങള്, കച്ചേരികള്, പാട്ട് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ റേഡിയോ, ലളിത സംഗീത പാഠം, അതെ, അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിറച്ച് പാട്ടുകളുടെ ആധിക്യമാണോ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കാതിരിക്കാൻ കാരണം, അതോ പാട്ടിന്റെ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ലോസ് ആണോ? എന്താ കാര്യം? എനിക്ക് മനസ്സിലായത് ഇപ്പൊ പ്രമദവനം വീണ്ടും അതൊക്കെ വരുമ്പോൾ നമുക്ക് പടത്തിലൊരു പാട്ടായിട്ട് നമുക്ക് തോന്നി. പിന്നെ അതിനുശേഷം കുറെ കാലത്ത് ഇപ്പുറത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പാട്ട് തിരനുരയും ചുരുൾമുടിയിൽ, പടത്തിന് വേണ്ട ഒരു പാട്ടായി തോന്നിയത്, വിഷ്വലിയും ഇതായി തോന്നിയത്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് ഓഫ്കോഴ്സ് വിദ്യാസാഗർ സാറ് വന്നതിന് ശേഷം നമുക്ക് ഉഗ്രം കുറെ പാട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നിലാമലരേ നിലാമലരേ പ്രഭാകിരണം വരാറായോ, ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു പാട്ടാണ്. അതുപോലെ വിദ്യാസാഗർ സാറിന് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഓഫ്കോഴ്സ് മറ്റേ പാട്ടുണ്ട് അനുരാഗവിലോചനായി, അത് ഉള്ളപ്പോൾ തന്നെ എനിക്ക് അതിൽ പകലൊന്നു മാഞ്ഞ വീതിയില് കുഞ്ഞു അത് എൻ്റെ മ്യൂസിക്കിന്റെ കാഴ്ചപ്പാടാവാം, പക്ഷെ അങ്ങനെ ഉണ്ടായി. ഇപ്പം അതുപോലെ മീശ മാധവനായാലും സാറൊരു ചെയ്ത പാട്ടുകൾ എവിടെയൊക്കെയോ നമുക്ക് തട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, സാഹേബ അങ്ങനെ ഒരു പാട്ട് നിങ്ങൾക്ക് അനാർക്കലി എന്ന് പറഞ്ഞ പടം ഓർമ്മ വന്നു അല്ലേ? പൃഥ്വിരാജ് ചെയ്തതും ആ കടലും, അത് പടത്തിന് വേണ്ടി പാട്ട് ചെയ്ത, അതിൽ നല്ലൊരു പാട്ട്, ആ ഗാനമേളയ്ക്ക് പാടുന്ന ഒരു പാട്ട്, ആളൊരുത്തി അവളൊരുത്തി, എന്ത് രസമായിട്ടാ ചെയ്യണതല്ലേ സാറ്. എനിക്കൊരു സിനിമാ സംഗീതമായിട്ട് ഞാൻ ആസ്വദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും ആസ്വദിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ. പിന്നീട് അതിനിങ്ങോട്ട് വന്നതിന് ശേഷേ വിഷ്ണു, എൻ്റെ ഒരു അനുജനാണ് വിഷ്ണു വിജയ്, അവൻ ചെയ്ത നല്ലൊരു പാട്ടത്, ആരാധികേ നല്ല പാട്ടാ, നല്ല പാട്ടല്ലത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാ. ഞാൻ അവനോട് പറയും, ചേട്ടാ അസലുണ്ട് വിഷ്ണു, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പാട്ട്. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ പാട്ട്. അതുപോലെ മറ്റേ അതിൽ തന്നെ എനിക്ക് ഇപ്പൊ ഈ വന്ന സിംഗേഴ്സിൽ എനിക്ക് സൂരജിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട, അവൻ പാടിയൊരു പാട്ടുണ്ട് വിഷ്ണു ചെയ്ത്, കുന്നോളം തരാര തരാര, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും പല യാത്രയിലൊക്കെ എനിക്ക് മനസ്സിലേക്ക്
എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലാ പാട്ടിനോട്. ഈ വിഷ്ണു ചെയ്തതാ. എനിക്ക് ഈ യുവ ഒരു ഇതിൽ വന്നതിന് ശേഷം എനിക്ക് അവൻ ചെയ്ത 2-3 പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാനത് അവനെ വിളിച്ച്, അവനും ഭയങ്കര സന്തോഷം ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സംഗീത ജീവിതത്തിലോ അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ വിഷമം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴൊക്കെ എനിക്ക് സംഗീതം തന്നെയാണ് കൂട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഏതോ ഒരു കാലത്ത് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു ഡെസ്പ് മൂഡൊക്കെ വരില്ലേ, നമ്മളൊരു ലോങ് യാത്ര, കാനഡ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര ഒറ്റയ്ക്കൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. കുന്നോളം ആ ഒരു മെലഡി എനിക്ക് അത് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്ന പവിഴം പോലെ. ഓഫ് കോഴ്സ് ആ എല്ലാവർക്കും അങ്ങനെ നമ്മളെ ഫീലിങ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ സിനിമ പാട്ടുകൾ. അങ്ങനെയാണല്ലോ ദുഃഖം വരുമ്പോൾ ആയാലും എന്തൊരു കാര്യം. ഇപ്പൊ ഫാമിലി ഒരു സാധനം വരുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഈ പാട്ടൊക്കെ വരും, യാത്രകളുടെ ഒക്കെ വരുമ്പോ, ഇപ്പൊ വീട് മിസ് ചെയ്യുമ്പോ അങ്ങനെ ഞാനിങ്ങനെ മോളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനത്തെ പാട്ടൊക്കെ വരും എനിക്ക്. ഭാര്യയൊക്കെ ഇങ്ങനെ അപ്പൊ അവര് ചെയ്തു വെച്ചാൽ ഒരു ജീവിത എന്താ പറയുക സ്പർശിക്കുന്ന ഒരു സാധനം. ഇപ്പൊ ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ നിങ്ങൾ കച്ചേരി ചെയ്യുന്ന ഒരാളാണല്ലോ, ക്ലാസിക്കൽ മ്യൂസിക്കിനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ തന്നെ പെർഫോം ചെയ്യുന്ന, ഒറ്റയ്ക്ക് ഇരുന്നിട്ടല്ലോ നമ്മൾ കച്ചേരി ചെയ്യുക, എന്തായാലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ സിനിമാ സംഗീതമാണ് നമുക്കൊരു ഫീല് വരുമ്പോൾ നമ്മള് ആശ്രയിക്കുന്നതെന്ന് പറയുന്നു അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ജനപ്രിയതയെ കുറിച്ച് നമ്മൾ എങ്ങനെയാ പറയാ? ഈ സിനിമാ സംഗീതത്തിന്റെ മ്യൂസീഷ്യനായിട്ടാണ് പറയുന്നത്, നമ്മളെ പോലുള്ള ആളുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇപ്പൊ ചെറുപ്പത്തിലായാലും ഇപ്പൊ നമ്മൾ അന്ന് പടങ്ങൾ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കാനെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ മമ്മൂക്ക നമ്മളിപ്പോ യാത്രയൊക്കെ ഇല്ലേ, ആ പാട്ട് പിന്നീട് നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ പാട്ട് അനുബല ചെറിയ പാട്ടാ, അതാണ് എന്താ പറയാ രാജാ സാറ്. അപ്പൊ ഇങ്ങനത്തെ ചില പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ മമ്മൂക്കാന്റെ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും, വിഷ്വലി വരും. അതങ്ങനെയാണ്. ഏത് ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ഔസേപ്പച്ചൻ ചേട്ടത് ഓരോരുത്തരെയും പറയാം. ആ കുട്ടികളുടെ നിശ പിടിച്ചു കൊണ്ടുപോകുന്നതൊക്കെ വരും. ഇത് മ്യൂസിക് അതാണ് ഞാൻ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഒരു മനുഷ്യന്റെ എന്തൊക്കെ വികാരങ്ങളുണ്ടോ അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഗീതമാവുമ്പോൾ, ഇപ്പൊ മറ്റേ എനിക്ക് ഭയങ്കര, ഞാൻ പലപ്പോഴും ദശാമത്ത് നിന്റെ മിഴിയിൽ നീലോത്പലം അത് വരും, അങ്ങനെ വരും. അപ്പം ഇത് ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ നമുക്ക് നമ്മൾ ഫാമിലി ആയിട്ടും നമുക്ക് മിസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ പാട്ടുകൾ എനിക്ക് ഈ പെർഫോം ചെയ്യുമ്പോഴേ നിങ്ങൾ സിനിമാ പാട്ടും വായിക്കാറുണ്ടല്ലോ, നിറച്ച് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുമല്ലോ. അതെന്ത് തരം പാട്ടുകളാണ് ഡിമാൻഡ് ചെയ്യുന്നത്? എന്താ കാര്യം എന്നറിയോ? അത് അത്ര എളുപ്പം. ഞാൻ ഒരു കാര്യം പറയട്ടെ, രാഘവമാഷ് എല്ലാരും അതിലൊരു വല്ലാത്തൊരു സുഖമുണ്ട്. ഞാനൊന്ന് തൊട്ടപ്പോൾ വല്ലാത്തൊരു മ്യൂസിക് ഉണ്ട്. ഇപ്പൊ നമ്മളെ എന്തൊരു ഫീലാ അത്. ഇങ്ങനെ ഒരു പാട്ട് ലിറ്ററേച്ചറും കൂടെ കറക്റ്റ് ബ്ലഡ് ആയി. ഇത് നമുക്ക് ഇനി നമ്മളിപ്പോ അങ്ങനെയൊക്കെ ആക്കാലോ, അങ്ങനെയൊക്കെ ഇങ്ങനെയും പാടാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, അത്ര ബ്യൂട്ടി ആയത് ചെയ്തു വെച്ചേക്കണം. എല്ലാരും ആർക്കും മഹാരഥന്മാരാണ്. നമ്മളിപ്പോ ലൈവ് പെർഫോം ചെയ്യുന്ന സമയത്ത് ആളുകളുടെ റെസ്പോൺസ് നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യിക്കും. പിന്നെന്താ, എങ്ങനെയാ? ഞാൻ അന്ന് കാണുമ്പോഴും നമ്മളിങ്ങനെ ആവേശത്തിലാവുമല്ലോ. അതാവും. കാരണം എന്താ പറയുക, ഞാൻ പറയട്ടെ, അവര് ഞാൻ മറ്റേ പോലെ ഇത് പറയാം, ഇങ്ങനെ ഹാൻഡ്ലിപ്പ് വായിക്കുന്ന ഓ എന്നൊക്കെ പറയുമ്പോ
ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വായിച്ചതിനെക്കാട്ടിലും ആ പാട്ട് അവരെ അത്രത്തോളം ആ ഒരു കോമൺ ക്രൗഡ് അത്രത്തോളം ആ പാട്ടിന് ഇഷ്ടപ്പെടുകയാണ്. ഒരു താളം ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലാതെ ഞാൻ ആഡ്ലിപ്പായിട്ടാണ് വായിക്കുന്നത്. ഇങ്ങനെയല്ലേ തുടങ്ങിയത്? പിന്നെ കൈ അടിക്കുന്ന അങ്ങനെയല്ലേ പാട്ട്. സൃഷ്ടികളുടെ ഒരു മഹത്വത്തെ ഞാൻ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഒരു വലിയ കൺസേർട്ട് ഹാളില് ഓഡിയൻസ്, ഉത്സവപ്പറമ്പിലെ ഓഡിയൻസ്, സ്കൂളുകളിലെ, അതൊക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. അത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ. ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്കൂളിൽ ഒരു ഗസ്റ്റ് ആയിട്ട് പോയപ്പോ അവര് പറയുന്നത് ഈ പാട്ടൊക്കെയാ. ഒരു കൊച്ചുകുട്ടി എന്നോട് ഞാൻ വടകരയിൽ ഒരു ഓപ്പൺ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ഒരു പ്രോഗ്രാമിന് വടകരയിൽ പോയപ്പോ എനിക്ക് തോന്നുന്നു ഒരു 4ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന കുട്ടിയാ. ആ മോൻ വന്ന് പറഞ്ഞതോ മാനസമൈനിയെ പറഞ്ഞത്. അപ്പോ അവര് കേൾക്കുന്നല്ലോ, വലിയൊരു സന്തോഷം തോന്നി. ഇനി ഞാൻ ഈ ഇൻസ്ട്രുമെന്റ് ആയിട്ട് പുറത്തിറങ്ങി പോയിട്ട് എന്നോട് ഒരു 100 സ്റ്റേജ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 സ്റ്റേജിലെ പുതിയ പാട്ട് ചോദിച്ചുള്ളൂ. 2 സ്റ്റേജിൽ. അതേതോ ഒരു സ്ഥലത്ത് പോയപ്പോ 2 പാട്ട് മാത്രം. ബാക്കി എല്ലാരും ചോദിച്ചത് പഴയ പാട്ടുകൾ തന്നെയാണ് ചോദിച്ചത്. ഇതെടുത്തിരുന്ന് കഴിഞ്ഞാൽ മെയിൻ ചോദിക്കുന്നത് ബാബുരായ മാഷ്, പിന്നെ കണ്ണേ കലമാനെ, ഇങ്ങനത്തെ പാട്ടുകളൊക്കെയാ ചോദിക്കണത്. അപ്പോ നമ്മളെ എന്താ പറയാ ക്രൗഡ് ഭയങ്കര, അവർക്ക് ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇതറിയാത്തവര് ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ വിട്ടുപോയൊരു പേര് മെഹബൂബിന്റെ മട്ടാഞ്ചേരി. അയ്യോ, നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാന് മട്ടാഞ്ചേരിയില് അവിടെ ഒരു ക്ലബ് ഉണ്ട്, ഒരു ഇതുപോലെ. അയ്യോ, അത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഞാൻ ഗസൽ ഉമ്പായിക്കാൻ്റെ ഗസലിനോ എന്താണ് വായിക്കാൻ വളരെ ചുരുക്കം ഞാൻ വായിച്ചില്ല. ഉമ്പായിക്കാക്ക് റെക്കോർഡിംഗ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കിഷോർ അബുക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്നെ കാണാൻ വന്നു. എന്താ ഒരു സ്നേഹം എന്നറിയാം. എൻ്റെ അമ്മേ, നമുക്ക് ഈ ഓസ്കാറൊക്കെ കിട്ടും. ഞാനല്ലെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞു ജീവിതത്തിൽ ഇതൊക്കെ തന്നെ വലിയൊരു മഹത്താ. പ്രായമായിട്ടുള്ള ആൾക്കാർ അവർ വന്നിട്ട് ഇങ്ങനെ എന്നെ വിളിക്കുക. അപ്പം വിളിച്ചിട്ട് ഒന്ന് വരണം, അവിടെ ഇങ്ങനെ ഞങ്ങൾക്കൊരു മേഫിൽ കൂടുന്ന സ്ഥലമുണ്ട്, മെഹബൂക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു ക്ലബ്ബാണത്, വരണം. ഞാൻ പറഞ്ഞാൽ വളരെ സന്തോഷം പറഞ്ഞു. ഞാൻ വൈകുന്നേരം പോകുമ്പോണ്ടല്ലോ എനിക്ക് ഈ കട്ടൻ ചായ ഹലുവയൊക്കെ തന്നിട്ടാണ് സ്വീകരിക്കുന്നത്. എന്തോ ഒരു സുഖമാണെന്നറിയാം അവിടെയൊക്കെ പോയി വായിക്കാൻ. നമുക്ക് എല്ലാം സാധിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരെ മുന്നിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത് ഇപ്പൊ ചാവക്കാട് ഒരു തങ്ങളിപ്പൊക്കെ ഉണ്ട്. ഞാൻ ആ ഏരിയ കൂടെ പോയി കഴിഞ്ഞാൽ എത്ര വയസ്സായാലും പ്രായം മറന്നാലും തങ്ങളിപ്പ ഞാൻ ഈ വഴി പോകുന്നുണ്ട്, ഞാൻ വരാം, പരിപാടിയുടെ മുന്നിൽ വന്നിരിക്കുമോ. ഈ തങ്ങളിപ്പോ വന്നിരിക്കുന്ന ഗുരുവായൂർ അമ്പലത്തിലെ കച്ചേരി കേൾക്കാനായിരിക്കും. സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. എവിടെയൊക്കെ നമുക്ക് പല സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയുള്ള കാര്യങ്ങളൊക്കെ തരുന്നത് തീർച്ചയായിട്ടും സംഗീതം അവർ മനസ്സിൽ കണ്ടു, എന്നെ മനസ്സിലാക്കിയിട്ടും ഞാനത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് സെൽഫി അല്ല അങ്ങനെ എടുക്കുക, അത് മോശമായിട്ടല്ല, അതിനൊക്കെ ഞാൻ നിന്ന് എടുക്കുക, എനിക്ക് വിദ്വേഷം. പക്ഷെ ഇങ്ങനെ മനസ്സിൽ തട്ടിയിട്ട് ചില ആൾക്കാരുണ്ടല്ലോ, ഒരു അലുവ കഷ്ണം തരിക, അത് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ ഒരു 10 പേരെ മുന്നിൽ എനിക്ക് എത്ര നേരം വേണം വായിക്കാൻ സന്തോഷം. എൻ്റെ ഒരു കോഴ്സ് ഗസലുകളിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ മലയാള സിനിമയിൽ തുടക്കകാലം മുതൽ തന്നെ ഗസലിന്റെ ഛായകൾ ഉണ്ടായിട്ടുണ്ട്. ബാബുരാജൻ പോലെയുള്ള ആളുകളൊക്കെ ഗസൽ ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ വലിയൊരു ട്രഡീഷൻ ഗസൽ പെർഫോം ചെയ്യുന്ന ആളുകളൊക്കെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കുട്ടികൾ പഠിക്കുന്നതും ഒക്കെ ഉണ്ട്. ഇങ്ങനെ നിറച്ച് ഗസലുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുകയും, പ്രത്യേകിച്ച് ഹാർമോണിയം അതിൻ്റെയും കൂടെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണല്ലോ പറയുന്നത്. ഗസലിന്റെ ഒരു ചരിത്രവും അതിന്റെ കേരളത്തിലെ അനുഭവവും നോർത്ത് ഇന്ത്യൻ അനുഭവം ഒക്കെ എന്താ? ഗസൽസ് എന്ന് പറഞ്ഞാൽ നമ്മളേതല്ല, ആദ്യമേ അത് മനസ്സിലാക്കണല്ലോ. നമ്മളേതല്ല, നമ്മളതിന്റെ സംഗീതം കൊണ്ട് നമ്മൾ അതിലേക്ക് അതാണ് സത്യം. അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാബുരായ മാസ്റ്റർ ഒരു ഇത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മറ്റുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു രാഗ ബേസ്ഡ് ആയിട്ട് പോകണാണല്ലോ. ഇപ്പോൾ യമൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാബുക്ക ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ പാട്ടുകൾ യമനിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബേസിക് കൃഷ്ണാനി ഭജനാണ്. ഇനി ഗസൽസ്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് സീരിയസ് ഗസൽസിലേക്ക് പോകുന്നതിന് മുന്നേ, പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ഗസൽ മേഖല അല്ലെങ്കിൽ ഗസൽ എന്ന് പറയുന്ന ഒരു മേഖല എന്തുകൊണ്ടും ഒരു അപകടത്തിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാലേ, ഗസൽ പരിപാടി എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
ഈ സിനിമാ പാട്ടുകൾ ആദ്യം ഒരു ഗസൽ എന്തെങ്കിലും പാടും, ഫസ്റ്റ് ഒരു ഗസൽ എന്തെങ്കിലും പാടി, പിന്നെ നമ്മൾ ഈ സിനിമാ പാട്ട് മോശമായിട്ടല്ല, ഞാനിപ്പോഴും പറഞ്ഞ നമ്മളെ ഗുരുനാഥന്മാർ ചെയ്ത് വെച്ചേക്കണത് തന്നെയാണ്. പക്ഷെ ഗസൽ എന്ന് പറയുന്നത് ഗസലായിട്ട് നടക്കുന്നത് വളരെ കുറവാണ്. അത് ഒരു പക്ഷേ ചില സ്ഥലങ്ങളിലേക്ക് എങ്കിലും ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ശരിയായ ഗസൽസ് കേൾക്കണം എന്നുള്ളത്. ഗസൽസ് എന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു സംഗീത ശാഖയാണ്. അത് ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊക്കെ കേട്ട് കരയുന്നൊരു സംഗീതം. അത് കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സറണ്ടർ ആവുന്നത്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മെഹദി ഹസൻ സാബാണ്. മെഹദി ഹസൻ സാബാണ് ഇതിഹാസം. എന്തുകൊണ്ടാണ് മെഹദി ഹസൻ സാബ് എന്ന് ഞാൻ ഉറച്ച് പറയുന്നത് എന്താ പറയുക, ഗസല് വരുമ്പോ ഒരു 2 താളവട്ടം മനോധർമ്മ സ്വരം ബൈഹാർട്ട് പഠിച്ച് പാടുന്നതല്ല മനോധർമ്മം. മനോധർമ്മം സ്പോട്ടിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാൻ പറ്റുന്ന സ്വരത്തിന്റെ അല്ലെങ്കിൽ മനോധർമ്മം സ്വന്തമായിട്ട് വരുന്നത്, അങ്ങനെ പാടാൻ പറ്റുന്ന ആൾക്കാർ വെരി റയറാണ്. സ്കൂൾസിൽ ഗസൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, യൂത്ത് ഫെസ്റ്റിവൽ. ഞാൻ ഒരു പ്രാവശ്യം സ്റ്റേറ്റിന് ജഡ്ജ് ചെയ്യാൻ പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ ഗസലിന് അന്നൊരാൾ വരാത്തതിൻ്റെ പേരിൽ എനിക്ക് ജഡ്ജ് ചെയ്യേണ്ടി വന്നു. ഞാൻ അവിടെ പോയപ്പോൾ വേറെ 2 പേരുണ്ട്, എനിക്കറിയില്ല, ഞാൻ ഒരു സംഗീത സ്ഥലത്തും ഇവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഗസൽ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ സ്ഥലത്തും വായിച്ചിട്ടുള്ള സമയമായിരുന്നു അത്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, മാഷാണോ ഗസലിന് ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ അതെ, ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഉറുദു വളർത്തുക എന്നുള്ളതാണ് നമ്മളുടെ, ഞാനെല്ലാം കേട്ടു ആദ്യം. ഉറുദു കറക്റ്റായിട്ട് വരുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ ഇങ്ങനെ ഓരിയിടുന്നതിന് അങ്ങനെ എന്തൊരു ഭാഷ അവർ ഉപയോഗിച്ചു, അതിന് നമ്മൾ കണക്കാക്കിയിട്ടില്ല. ശരി, ഇതൊക്കെ അവരുടെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഗസൽ കേട്ടു? ഇത് ഉറുദു അധ്യാപകരാ, സംഗീതത്തിന്റെ ഒരാളും ഇതിലില്ല. അതുവരെ ഉണ്ടായിരുന്നില്ല തോന്നുന്നു, എനിക്കറിയില്ല. അതുവരെ എല്ലാ കുട്ടികൾക്കും ഞാൻ നോക്കുമ്പോൾ ഗസൽ എന്നുള്ള എല്ലാവർക്കും എ ഗ്രേഡ്. അല്ല, ഇവർക്ക് സംഗീതം എന്താണെന്നറിയില്ല, എല്ലാവർക്കും കൊടുക്കും. ഞാൻ അവരോട് പറഞ്ഞു, ഇതാണ് ഗസൽ. ഒരു ഇത് കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് അതോറിറ്റി അല്ലെങ്കിൽ ആരാണോ അതിൻ്റെ, ഗസൽസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സംഗീതമല്ല. നമുക്കതിന് ഇവിടെ വരുന്ന മക്കളിൽ കുറച്ച് പിള്ളേർ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് പാടുന്ന മക്കളുണ്ട്. അതിനെ കാരണം അവർക്ക് ഇപ്പോൾ വഴികളുണ്ട്, ഫോളോ ചെയ്യാൻ വഴികളുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ആയാലും അല്ലെങ്കിൽ വേറെ ഏതായാലും കാണാൻ ഏതാൾക്കാരെ വേണമെങ്കിലും നോക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഒരു നോർത്ത് നിന്ന് 3 ജഡ്ജസിനെ കൊണ്ടുവന്നൂടെ? ഇത് കലാമാമാങ്കമല്ലേ ഇത്? അറിയുന്ന ആൾക്കാരെ കൊണ്ടുവരണ്ടേ? ഗസലിന് നോർത്ത് നിന്ന് ഒരു 3 ആളെ കൊണ്ടുവന്നാണ് എന്താ വരുന്നത്? അവർ വിധികർത്താക്കളാവട്ടെ, എന്താ തെറ്റ്? ഇവിടെ അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ അതിന് യോഗ്യരായിട്ടുള്ളവർ വളരെ കുറവാന്നേ. അവർ ഇങ്ങനത്തെ പാട്ടുകളും പാടി നടക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ഈ ഗസൽ ജഡ്ജ് കുട്ടികൾ എന്താ പാടുന്നതെന്നുള്ളതും അതിന്റെ വളരെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണത്. അത് മാറണം എന്നുള്ളത്, അത് മാറണം. ആ സംഗീതത്തിനെങ്കിലും നോർത്ത് നിന്ന് തന്നെ ഒരു 3 ആളെ കൊണ്ടുവന്നാൽ ഇത് കലാമാമാങ്കമാണല്ലോ. ഇനി അടുത്തൊരു പോയിന്റും കൂടെ പറയാതില്ല, ഈ എല്ലാവർക്കും എ ഗ്രേഡ് കൊടുക്കുകയാണല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ കഴിവാടാ. ഏത് മത്സരത്തിന് ഒരു 1-ാം സ്ഥാനം ഇല്ലാത്തത്? ഓട്ട മത്സരം ഒളിമ്പിക്സ് നടന്നു, എല്ലാവർക്കും എ ഗ്രേഡാ? അല്ലല്ലോ, എല്ലാവർക്കും എ ഗ്രേഡ് അല്ലല്ലോ. ഒരുത്തൻ മുന്നിലെത്തിയും ഫസ്റ്റാ, അതിന്റെ തൊട്ടുള്ളതും സെക്കൻഡാ. അങ്ങനെ എല്ലാത്തിലും വേണം. ഈ യുവജനോത്സവം എന്നുള്ളൊരു പാറ്റേൺ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പം അന്ന് കുറെ ആൾക്കാർ കർണാട്ടിക് മ്യൂസിക്കിൽ ശങ്കര നമ്പൂരി, അല്ലെ ലൈറ്റ് മ്യൂസിക്കിൽ വേണുവട്ടൻ, അല്ലെ കല്ലറ ഗോപൻ, നടന്മാരിൽ എത്ര പ്രതിഭകളെ സൃഷ്ടിച്ചതാ ഈ ശാഖയാണ് സൃഷ്ടിച്ചത്. യുവജനോത്സവത്തിനാണ് ഇവരൊക്കെ അതിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ വരാത്തത്? ഈ ഫസ്റ്റും സെക്കൻഡും ഇല്ല, ഒരാൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഏതൊരു മത്സരത്തിനുണ്ടാവും. അത് വിധി എഴുതാൻ കഴിവില്ലാത്തവരവിടെ എത്തി, ആരാണോ അത് നടത്തുന്നത് അവരത് വളരെ എളുപ്പമാക്കി, ഞങ്ങൾക്ക് ഇതിൻ്റെ അടി ഉണ്ടാക്കലൊന്നും വയ്യ എന്നുള്ളൊരു തോന്നനെ കൊണ്ട് ഒരു കലയാണ് നശിച്ചു പോണത്, പ്രതിഭകളാണ് ഇല്ലാണ്ടാവുന്നത്.
പക്ഷെ ഈ ഗ്രേഡ് സിസ്റ്റം ഏർപ്പെടുത്തിയത് കുട്ടികളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ടും കൂടിയിട്ടാണല്ലോ. അതായത് 1-2 സ്ഥാനം മത്സരം എന്നുള്ള ഒരു സംഗതി ഒഴിവാക്കുക എന്നുള്ളൊരു സംഗതി കൂടെ അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ മത്സരമല്ല, പങ്കെടുത്ത എല്ലാവരെയും ഒരു കാറ്റഗറിയിൽ പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഗ്രേഡ് സിസ്റ്റത്തിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം എന്താണെന്ന് അറിയാം. അതുകൊണ്ടാണ് പ്രതിഭകളില്ലാണ്ടായി പോണത്. ഒരാൾ മത്സരിച്ച് വന്നാൽ അവനാണ്ട്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു സിനിമയിലേക്ക് എടുക്കുകയാണെങ്കിലും അങ്ങനെയാണ് കഴിവുള്ളൊരു, ഇവിടെ ആ മത്സരത്തിന്, അതുകൊണ്ട് സെക്കൻഡ് കിട്ടിയവൻ ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളതല്ല. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഒരു കുട്ടി വന്നിട്ട് ആ ജഡ്ജസിന്റെ മുന്നിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവനാണല്ലോ ഫസ്റ്റ് കിട്ടുക എന്ന് വെച്ചിട്ട് സെക്കൻഡ് കിട്ടിയ മോശമല്ല. അവൻ പ്രൂവ് ചെയ്യാൻ ചില സമയത്തിൽ അവൻ ബാക്കൗട്ട് ആവണു. പക്ഷെ ആ കുഞ്ഞ് മൈന്യൂട്ട് വിലയിരുത്താൻ പറ്റിയിട്ടുള്ള ജഡ്ജസ് വേണം. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ജഡ്ജസ് വേണം എല്ലാത്തിലും. ഇപ്പം നമ്മളൊക്കെ വൃന്ദവാദ്യത്തിനൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. നമ്മൾ കേരളത്തിലോട്ടോ ഇങ്ങനെ കുട്ടികൾ ചോദിച്ചാൽ ഞങ്ങൾ വായിച്ച് കാണിച്ചു കൊടുക്കും. എന്താണ് വായിച്ചു കാണിച്ചു. ഒരു കുട്ടി എന്നോട് ഒരു ദിവസം ചോദിച്ചു, സാർ ഞങ്ങളെ പ്രശ്നം വലിയ പ്രശ്നമില്ല, ആ കുട്ടിയുടെ മെയിൻ വയലിൻ്റെ സ്ട്രിങ് ട്യൂൺ ഔട്ടായിരുന്നു. അത് പറഞ്ഞ സാർ മനസ്സിലായി, അവർക്ക് മനസ്സിലായി. കാരണം അത് മനസ്സിലാക്കാൻ ബോധമുള്ളവർ വേണം. ഇരിക്കുന്ന എല്ലാ ജഡ്ജസും മോശമെന്നല്ല, മോശമുള്ളവരും ഉണ്ട്. അത് ഒഴിവാക്കണം, കൃത്യത വേണം. ഇതിനകത്ത് അഴിമതി അതൊരു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇതിനകത്ത് അഴിമതി നടക്കുന്നുണ്ട്, അതായത് സാമ്പത്തിക അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് പാരൻസ് ഭയങ്കരമായിട്ട് ഇവരെ ജഡ്ജസിനെ സ്വാധീനിക്കുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട്. കുറെയൊക്കെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സത്യമാണെന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ അഴിമതി കുട്ടികൾ കല എന്നുള്ള രീതിയിൽ കുട്ടികളെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഞാൻ കാണുന്നത് എന്താണ്, കുട്ടികൾ തമ്മിലല്ല അടി, രക്ഷിതാക്കൾ തമ്മിലാ. രക്ഷിതാക്കള് അത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് കൃത്യമായി തെളിഞ്ഞ ഒരു രക്ഷിതാവിനെ പിടിച്ചുള്ളിലിട്ടാ പിന്നീട് അടുത്തൊരു ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജഡ്ജസിനും ചെയ്യണം. ജഡ്ജസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതൊരു നമ്മൾ പഠിച്ചിട്ടുള്ള കലയെയും കൂടെ അവഹേളിക്കുന്ന ഒരു സാധനമാണത്. അങ്ങനെ ഒരു ജഡ്ജസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് ക്രിമിനൽ കുറ്റം ചുമത്തണമെന്നേ. ഇതൊരു കല, എന്താ പറയുക, ഒരു സംസ്കാരത്തെ അല്ലേ ഇല്ലാണ്ടാക്കണത്. ഇതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികൾക്കല്ലേ. ഇപ്പം ഞാനൊക്കെ മത്സരിച്ചിട്ടുണ്ട്, എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ അതിനു വേണ്ടി കുസ്തി ഉണ്ടാക്കാൻ പോയിട്ടുണ്ടോ? ഇനി അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കാം. ഇപ്പോൾ ഈ എ ഗ്രേഡ് ആ സിസ്റ്റം മാറ്റണം. ഈ എ ഗ്രേഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൊടുക്കുന്നുണ്ട്, 30 മാർക്ക് കൊടുക്കില്ലേ? എത്ര കഴിവില്ലാത്ത കുട്ടികൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് 30 മാർക്ക്? ഒരു എ ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ 30 മാർക്കല്ലേ കിട്ടുന്നത്. ഇനി ഈ 30 മാർക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും കുട്ടി ഇവിടെ ഏതെങ്കിലും ഒരു സംഗീത കോളേജിൽ പോയി പഠിക്കുന്നുണ്ടോ? എൻ്റെ അറിവിലില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സംഗീത കോളേജിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഈ എ ഗ്രേഡ് കൊടുത്തേണ്ടതുണ്ട്. ഈ എഞ്ചിനീയറിംഗ് പോകുന്നതിന് ഡാൻസ് കളിച്ചിട്ട് 30 മാർക്ക് വാങ്ങിയിട്ട് എഞ്ചിനീയറിംഗിന് പോകേണ്ട കാര്യമില്ലല്ലോ. അത് പഠിച്ച് വേറെ സാധനമാണ്. ഈ എ ഗ്രേഡ് സിസ്റ്റത്തിൽ ഈ മാർക്ക് കൊടുക്കുന്ന സിസ്റ്റം നിന്നാൽ തന്നെ മത്സരത്തിന്റെ ഡെപ്ത് കൂടുന്ന പറയാം, ഗൗരവമായിട്ട് എടുക്കുന്നവർ വരും. ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നവർ മാത്രമേ അതിനകത്ത് അല്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതാണ് അതിന്റെ ശരി. ഇപ്പൊ അതുപോലെ തന്നെ കൃത്യമായി ജഡ്ജസിന് ഇപ്പൊ ഞാൻ പറയാം, അത് കൺട്രോൾ ചെയ്യേണ്ടത് എവിടെ അറിയാം? നമ്മുടെ സ്കൂൾ തലത്തിലുള്ള കോമ്പറ്റീഷൻ മുതൽ ജഡ്ജസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. ഇത് സംഭവിക്കുന്നത് എന്താ അറിയാം? എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് ഓട്ടം തുള്ളിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്താന്ന് തന്നെ അറിയില്ല. അപ്പൊ ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞ, ആ ഒരു പ്രവണത നമുക്കില്ലാണ്ടാവണം. ഭരതനാട്യത്തിനൊക്കെ ഞാൻ പോയിരുന്നത് എന്ത് ചെയ്യാനാ? താളടും. എന്താ മുതൽ നമുക്കറിയോ? അതിന് ഇരിക്കാൻ പറയുന്നവരെ ആദ്യം ശിക്ഷിക്കണം ശരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് കുറെ കലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികൾ ഗ്രേസ് മാർക്കൊക്കെ മേടിച്ച് വരുന്നുണ്ട്. അവരെവിടെ പോകുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. റിയാലിറ്റി ഷോകളും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, പിന്നെ അവരെ നമ്മൾ കാണണില്ല. അതേപോലെ തന്നെയാണ് സംഗീത കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ, നിറച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ടേസ്റ്റുള്ള കുട്ടികളൊക്കെ സംഗീത കോളേജുകളിലേക്ക് ഇവർ പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഇവർക്ക് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി? കലാമണ്ഡലത്തിലൊക്കെ ഉൾപ്പെടെ സംഭവിക്കുന്ന ഒരു കാര്യം. ഈ പെർഫോമിംഗ് ആർട്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആ അക്കാദമിക് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി കേരളത്തിൽ അല്ലെങ്കിൽ എന്താണ് അവശേഷിക്കുന്നത്? സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സംഗീത കോളേജിൽ എന്ന് പറയുന്ന 3 കോളേജാണ് സംഗീതത്തിന് മെയിനായിട്ട്. ഇപ്പോൾ എന്താ തിരുവനന്തപുരം കോളേജ്, തൃപ്പൂണിത്തുറ, പാലക്കാട്, ചെമ്പൈ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് അടിയന്തരമായിട്ട് പൂട്ടുക വേണ്ടത്. സത്യമായിട്ട് തുറന്നു പറഞ്ഞ എന്താ കാര്യം എന്നറിയോ? ഞാൻ അവിടെ പഠിച്ചതാ. ഇപ്പം ഞാൻ പഠിക്കുന്ന ഒരു ബാച്ച് വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാ സ്കൂളിലും മ്യൂസിക് ടീച്ചറെ എടുക്കുന്നുള്ളത്. ഈശ്വരാനുഗ്രഹത്തിൽ ഏത് ഗവൺമെൻറ് എടുത്തതെന്ന് എനിക്കറിയില്ല, അത് നിർത്തലാക്കി. ഇപ്പം അതില്ല. ഇനി അടുത്ത ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം? ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഞാൻ പറയട്ടെ, അത് ഡിഗ്രി ആക്കി. ഞാൻ പഠിക്കുന്ന സമയത്ത് അത് ഡിപ്ലോമ കോഴ്സായിരുന്നു.
ഗാനഭൂഷണം, ഗാനപ്രവീണ, അങ്ങനെ ഡിപ്ലോമ. അന്ന് പഠിച്ചവരിലൊക്കെ ഒരു 100-ലൊരു 40 പേരെങ്കിലും കൃത്യമായിട്ട് സംഗീതം അഭ്യസിച്ച് ക്ലാസിക്കൽ കച്ചേരി പാടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതാരുടെയൊക്കെയോ നിർബന്ധിത ബുദ്ധി കൊണ്ട് ഈ സാധനത്തിനെ പിടിച്ച് ഡിഗ്രി ആക്കിയതിനെ കൊണ്ട് ഞാൻ മനസ്സിലാക്കി എന്താ പറയുക, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് UGC സ്കെയിൽ ശമ്പളം കിട്ടുന്നു എന്നല്ലാതെ വിദ്യാർത്ഥികൾ അതിനുശേഷം ഞാൻ ആരെയും ഒരു കച്ചേരി പാടുന്ന ഡിഗ്രി ആക്കിയതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെയൊക്കെ പോയി വേറൊരു സംസ്കാരമായത്, വേറൊരു സംസ്കാരമായി അങ്ങനെ മാറിക്കഴിഞ്ഞത്. അത് ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നിർത്തിക്കൊണ്ട് തന്നെ അത് ഡിപ്ലോമ കോഴ്സ് ഡിഗ്രിക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതിനും കൂടെ തത്തുല്യമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ നോക്കുകയായിരുന്നു വേണ്ടത്. അതൊരു നല്ലതായിരുന്നു. അന്ന് സംഗീതം ഉണ്ടായിരുന്നു. ഇത് ഡിഗ്രി ആക്കിയ സംഭവം ഡിഗ്രി അല്ല, ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ആക്കുമ്പോൾ ഇംഗ്ലീഷ് വരും. പക്ഷേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മോശമെന്നല്ല, പക്ഷെ നമുക്കന്ന് സംസ്കൃതമായിരുന്നു, സംഗീതത്തിനായിരുന്നു പ്രാധാന്യം, സംഗീതത്തിന്റെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം ഞാൻ ചെമ്പൈ കോളേജിൻ്റെ ഒരു കാര്യം, എനിക്ക് മുന്നിലുണ്ടായ ഒരു കാര്യത്തിൻ്റെ ഞാൻ പറയാം. ഞാനൊരു ദിവസം ഞാനുള്ള സമയത്തുള്ള ഒരു ടീച്ചർ വിളിച്ചിട്ട് ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ മോനെ ഇവിടെ ഒരു കീബോർഡ് ഉണ്ടല്ലോ, നീ അന്ന് നോക്കുക പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അത് ക്രോണോസ് എന്ന് പറഞ്ഞൊരു കീബോർഡാണ്. ആ കീബോർഡൊന്നും എനിക്കന്നില്ല, അത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഈ സാധനം എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് വെച്ചിട്ട് 2 വർഷമായി. അല്ല എന്താ അത് തുറന്നില്ല. അപ്പോൾ അത് പോയി നോക്കും, ഞാൻ പോയി നോക്കുമ്പോൾ ഇത് ഓണാവില്ല. എന്താ വെച്ചാൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റാ, ഇത് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് ഓൺ ചെയ്യണം, കറണ്ടല്ലേ. ഇതില്ലാണ്ട് അത് പോയി. അവസാനം ഞാൻ പറഞ്ഞു ടീച്ചർ ഇത് പോയിട്ടുണ്ട്, ഉടൻ കമ്പനിക്ക് വിളിച്ച് തുറക്കാൻ എങ്ങനെയാണ് നന്നാക്കി കൊണ്ടുവന്നിട്ട് അത് അവിടെ വെക്കുക. ഇത് കുട്ടികൾക്കും കൊടുക്കുന്നില്ല, ഇത് ഉപയോഗിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നതല്ല, അതിന് ഏകദേശം അന്ന് തന്നെ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ വില. ഇത് നമ്മളെ പൈസയല്ലേ. ഇങ്ങനെ എത്ര പിന്നെ ഇത് എത്ര ഇങ്ങനെ വേസ്റ്റ് ആവുന്നുണ്ട് ഓരോ സ്ഥലത്ത്. ഇതാരും നോക്കുന്നില്ല. 3 സംഗീത കോളേജിൽ ഞാൻ എൻ്റെ ഒരു അടിസ്ഥാനം പറയാം, ഏത് മന്ത്രിമാരായാലും ഒരു മന്ത്രി വന്നിട്ട് എനിക്ക് ആ കോളേജിൽ വേറെ എന്തെങ്കിലും പാർട്ടി പരിപാടിക്കൊക്കെ വരിക എന്നല്ലാണ്ട് സംഗീത കോളേജിൻ്റെ പരിപാടിക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കൊരു ഓർമ്മയിൽ ഇല്ല. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഒന്ന്, പൊതുവേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാരോടുള്ള ആ തരത്തിലുള്ള അവഗണനകൾ തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറയട്ടെ, കൊറോണ വന്നു, ബാറ് തുറന്നു, ലാസ്റ്റാണല്ലോ, അതും തുറന്നതിന് ശേഷം കലാകാരന്മാർക്ക് 4 ആൾക്കെങ്കിലും നമ്മളെന്ത് കുറ്റം ചെയ്ത്, നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വിഭാഗം അത്രേ. പക്ഷെ പട്ടിണിയെ പറ്റി ആരും ചോദിച്ചില്ല. ഇപ്പോഴത്തെ ഒരു കാര്യം ഞാൻ പറയാം, ഓണാഘോഷം ബാക്കിയെല്ലാം നടന്നില്ലേ. ഗവൺമെൻറ് നടത്തുന്ന പരിപാടി പോയതിനെ കൊണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു 3 പരിപാടി പോയി, ഗവൺമെൻറ് നടത്തുന്ന പരിപാടിയാകുമ്പോൾ. അതുപോലെ എത്ര ആൾക്കാർക്ക് പോയിട്ടുണ്ടാവും. അത് അങ്ങനെ ആയിരുന്നല്ലോ ചെയ്യേണ്ടത്. ഇവർ നേരെ ഗവൺമെൻറ് നടത്തിയിട്ട് ഈ വന്ന ആൾക്കാർ തന്നെ കോടിക്കണക്കിന് ഉറുപ്പിക കൊണ്ടുവന്ന് അവരെ പരിപാടി വേണമെന്നുള്ളതല്ലോ. ഒരു 10 ദിവസം പരിപാടി വെച്ച് ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടിട്ട് എല്ലാ ജില്ലയിലും നടത്തില്ല, മറ്റുള്ള കലാകാരന്മാർക്ക് ഉണ്ടാവില്ലേ, അവിടെ ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇവരപ്പം ചിന്തിക്കുന്നത് ഈ വന്ന ആൾക്കാർ തന്നെ, വന്ന എന്താ പറയുക, സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന വിഭാഗം ആൾക്കാർ തന്നെ എല്ലാ വർഷവും പരിപാടി നടത്താൻ കൊടുക്കുക, അവർ തന്നെ അത് കാശ് വാങ്ങിപ്പോകും. ഇപ്പോൾ കേരളീയ എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നു. എന്താണ് കേരളീയത്തിൽ സംഭവിച്ചത്? മ്യൂസിക്കിൽ ഞാൻ പറഞ്ഞ അട്ടർ ഫെയിലിയർ. അത് എനിക്ക് തുറന്ന് പറഞ്ഞതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഞാൻ പോയി വായിച്ചിട്ടുണ്ട്. ഞാൻ പോയി കലാമണ്ഡലത്തിൻ്റെ പരിപാടി ഞാൻ വായിച്ചു. ഇപ്പം ഞാൻ പറയട്ടെ, അങ്ങനെയൊക്കെ ഒരു പരിപാടി വരുമ്പോൾ ഓരോ ജില്ലയിൽ നിന്നും അവിടെ ഉണ്ടാകുന്ന കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്താം. എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? ആരാ പറഞ്ഞ ആൾക്കാരുണ്ടാവില്ല എന്ന്? ഇപ്പോൾ തെറ്റായ ധാരണയല്ലേ. ഇത് ഒരു കോടിക്കണക്കിന് ഉറുപ്പിക എടുത്തിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ പരിപാടി നടത്തുക, അതിന് വരുന്നത് ഈ വരുന്ന ആൾക്കാർ തന്നെയല്ലേ വരുന്നത്. ഞാൻ പറയട്ടെ, അവിടെ ഒരു വെറൈറ്റി. ഇപ്പം നമ്മൾ നടത്തിയ കലാമണ്ഡലത്തിൻ്റെ പരിപാടി ആയിരുന്നുവെങ്കിൽ ആ പരിപാടിക്ക് നല്ല തിരക്കുണ്ട്. ഇത് 1 കോടി ഉറുപ്പികയ്ക്ക് ഒരു പരിപാടി നടത്തുന്നത് വന്ന ആൾക്കാർ തന്നെ വന്നു ഇതേ തുള്ളിച്ചാടലും തേജിൽ പോവുകയും. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് നടത്തണം എന്നുള്ളൊരു സാധനത്തിൽ അങ്ങനെ ഒരു കണ്ടന്റ് വരുമ്പോൾ ഒരു ഇത് വരും. അത് ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളിവിടെ ഒരു കോമൺവെൽത്ത് നടത്തപ്പോൾ അതിൻ്റെ മുന്നിലുള്ളൊരു ഗവൺമെൻറ് അല്ലേ ഫുൾ കരോക്കെ ഇട്ടിട്ട് ലാലിസ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയത്. എന്ത് ജനവഞ്ചനയത്. ഇവിടെ അതിനൊക്കെ വരേണ്ടത്. ഇവിടെ സൂര്യന്മാരുണ്ട് കലാകാരന്മാർ, സക്കീർ ഹുസൈൻ സാറ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള മഹാരഥന്മാരുടെ ഒരു നമുക്ക് പ്രൗഡല്ലേ അതൊക്കെ. ഇത് ഈ പറ്റിക്കുന്ന 2 കോടി അന്ന് അത് തിരിച്ചു കൊടുത്തും കേസും ഒക്കെ പിന്നത്തെ കാര്യം. എന്നിട്ട് കരോക്കെ ഇട്ടിട്ട് അഭിനയിപ്പിക്കാൻ പ്ലസ് ഇട്ടിട്ട് അവിടെ പോയി അഭിനയിക്കുന്നത്. ഇതൊക്കെ സംഗീതത്തിനോട് ചെയ്യുന്ന അവഗണനയല്ലേ. ഇതൊക്കെ ആരെങ്കിലും ഒരാൾ കേസ് കൊടുക്കേണ്ടതാണ് ശരിക്കും. ജനങ്ങളെ വഞ്ചിച്ചു പറഞ്ഞിട്ട് അപ്പോൾ പണി കിട്ടും. അതേപോലെയാണ് എല്ലാം നടത്തണം. ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും ഒരു ആത്മാർത്ഥത വേണം. എന്താ അവർ നടത്തിക്കോട്ടെ ഒരു ഇവന്റ്. ഈ സ്ഥിരം വരുന്ന ആൾക്കാരായാലും ഏത് ജില്ലകളിലായാലും കുറേ ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടി വന്നാൽ അവരെ കുറേ താങ്ങി നിൽക്കും. കുറേ കലാകാരന്മാർ അങ്ങനെ ഉണ്ട്. എല്ലാ കലാകാരന്മാരല്ല ഞാൻ പറയുന്നത്, കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പരിപാടി ഉണ്ട്.
എനിക്കൊന്നും ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനെങ്കിലും ഇങ്ങനെ തൊഴുത് നിൽക്കാനോ അല്ലെങ്കിൽ അവരാണ് വലുതാന്ന് ഞാൻ പറയില്ല. ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ ഭജനയ്ക്ക് വായിച്ച് ജീവിക്കും. എനിക്ക് കോൺഫിഡൻസ് അതാണ്. എനിക്ക് അങ്ങനെ, ഞാനും എൻ്റെ ഭാര്യയും മോളും അതിൽ സംതൃപ്തരാണ്. അത് കാരണം എനിക്ക് അങ്ങനെ ഒരു മൂഡില്ല. ഞാൻ ഒരാളോടത്തും തൊഴുത് പോയിട്ട് എനിക്കൊരു വലുതാക്കണം അല്ലെ അവാർഡ് വേണം ഇതിനൊന്നും എന്നെ കിട്ടില്ല. കാരണം ഞാൻ വന്നത് അങ്ങനെ. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷമാണ് സംഗീത നാടക അക്കാദമിന്റെ അവാർഡ് വന്നത്. അതെ അതെ അതെ, എനിക്ക് കിട്ടിയത് സന്തോഷമുണ്ട്. 45 വർഷമായി. ഇതിന് മുന്നേ ആരൊക്കെയോ പണ്ട് ഞാനൊരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കേരളത്തിലെ എന്താ പറയുക, കല ഉണ്ടാക്കിയ ആളാണെന്ന് കുറേ ആൾക്കാരെങ്കിലും പറയപ്പെടുന്ന ഒരാളാണ് ചെയർമാൻ. മൂപ്പരാണ് ഡാൻസിൻ്റെ ആൾ, മൂപ്പരാണ് നാടകം. ഇത് വിശ്വസിക്കുന്ന ഗവൺമെൻറ്റുകളുണ്ട്. എന്നെ സംബന്ധിച്ച അനുഭവത്തിൽ നിന്നും വട്ടപ്പൂജയായിട്ടുള്ള ഒരാളാണ്. പേര് പറയുന്നില്ല, പേര് പറയണേ ഞാൻ പറയാം കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല. അപ്പോൾ മൂപ്പര് ഉള്ള സമയത്ത് ഞാൻ കൊടുത്തു. പിന്നെ പ്രഖ്യാപിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അതിലുണ്ടായിരുന്നു, പ്രകാശ് അടുത്ത വർഷം പരിഗണിക്കും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലേ. തുടക്കത്തിലേ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഇത് പ്രൊഫഷൻ, ഇതുകൊണ്ട് ജീവിക്കാം എന്ന് തന്നെയായിരുന്നോ ധാരണ? ഇതുകൊണ്ടേ ജീവിക്കാൻ പറ്റുമെന്നുള്ള ധരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മോശമാണല്ലോ, ഒന്നും പഠിക്കില്ലല്ലോ. ആ സമയത്ത് ഇതിന് പോവല്ലേ. പിന്നെ ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ജീവിക്കാൻ പറ്റുമായിരുന്നു അന്ന്. പക്ഷെ ഇനിയുള്ള കാലത്ത് ചെറുതിലേ പ്രൊഫഷണൽ ആയിരുന്നു. ചെറുതിലേ ഞാൻ പ്രൊഫഷണലാണ്. ഞാൻ എവിടെ പോയിട്ട് എനിക്ക് ഒരു 50 പൈസയെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണല്ലോ ഒരു വീട്ടിലേക്ക് ഒരു കഞ്ഞി കുടിക്കാൻ 50 പൈസ നമ്മളെ പ്രൊഫഷനെ കൊണ്ട് ഉണ്ടാക്കി കൊണ്ട് കൊടുത്താൽ നമ്മൾ പ്രൊഫഷൻ, അതാണ് പ്രൊഫഷണൽ മ്യൂസീഷ്യൻ. ഇനിയുള്ള കാലത്ത് വരുന്ന ആൾക്കാർക്ക് സംഗീതം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി സംശയമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടുതലല്ലേ ചെയ്യണേ, അങ്ങനെയല്ലേ? ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിലനിൽക്കുന്നില്ല. അതിന്റെ ആഴങ്ങളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നില്ലല്ലോ. ഇപ്പം ഞാൻ പല ബാൻഡുകളും ഒരു സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ചില ബാൻഡ് എന്ന പേരുന്നില്ല, ആ ബാൻഡുകളൊന്നും ഇപ്പം ഇല്ലാണ്ടായില്ല. ഇപ്പം എവിടെ ഇവരൊക്കെ പരിപാടി? എവിടേക്കോ അവരുടെ കണക്ഷനിൽ അവർ പുതുമയില്ലാത്തത് കൊണ്ടാ എന്താണ് അതിൻ്റെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം കുറേ ബാൻഡുകൾ ഉണ്ടായ സമയത്ത് ഒരു സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ബാൻഡ് ഫെസ്റ്റുകൾ. ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ അങ്ങനെയുള്ള ബാൻഡുകൾ വളരെ ചുരുക്കമായിട്ട് അതൊരു ഈവൻറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ കണക്ഷൻ വെച്ച് ഇതിങ്ങനെയാണെന്ന് അവർ പൊലിപ്പിച്ച് പറഞ്ഞിട്ടും കാര്യങ്ങളും കിട്ടുന്ന പരിപാടികളാണ് തോന്നുന്നു ഇപ്പം നടക്കുന്നത്. അതേസമയം സംഗീത കച്ചേരികൾ നടക്കുന്നുണ്ട്, അത് മുറക്കി അതിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഞങ്ങളെ ത്രികായ എന്ന് പറഞ്ഞ ബാൻഡിന് അത്യാവശ്യമുള്ളൂ. ഇതൊന്നും ചെണ്ട എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതൊരു ഉഗ്രം ബാൻഡാണ്. ഈ പ്രോഗ്രാം നമ്മളിപ്പം ഉള്ളത് കൊണ്ട് കോൺഫിഡൻസ് ആണ്. നമുക്ക് പിന്നെ അതിയായ അതിമോഹങ്ങളൊന്നും ഇല്ല, എല്ലാം ഏകദേശം ആയി. ഒരുപാട് പാട്ട് ശ്യാം സാറിൻ്റെ ഇതല്ലേ. ഇത്തരം പാട്ട് മറ്റേതാ കണ്ണും മാതേ ശ്യാം സാറിൻ്റെ എല്ലാ പാട്ടെ ഏതാ ദേവദാരു പൂത്തു ഒക്കെ ഉഗ്രം പാട്ടല്ലേ. മോഹൻ സിത്താര സാറിൻ്റെ പാട്ട് വേറൊരു പാട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടത്. ചെണ്ടക്കൊട്ട് എന്ന് പറയും, ചെണ്ടക്കൊട്ട് എന്നുള്ള പറയും. പക്ഷെ ചെണ്ട വായിക്കുന്ന കലാകാരനാണ് ശങ്കരേട്ടൻ. എല്ലാ മത്സരങ്ങൾക്കും കോളേജിലുള്ളവർ പങ്കെടുക്കും, ഒന്നും കിട്ടില്ല അവർക്ക്. പറയുന്ന സംഗീത കോളേജാണ്. അരിജി സ്റ്റേജിൽ നിന്ന് ചിരിച്ചിരി ചീത്തയൊക്കെ പറയും. അരിജി പറയുന്ന സ്റ്റേജിൽ നിന്ന് ചീത്ത പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, മലയാളത്തിൽ പക്ക തെറിയായിട്ടാ വരിക. നിലാവേ